അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. ജാവാസ്ക്രിപ്റ്റ് ഡോം യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ലവ് കാൽക്കുലേറ്റർ ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ പ്രാങ്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി എന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞുതരാം. രണ്ട് ഇൻപുട്ട് ബോക്സ് കാണും. അതിൻ്റെ അകത്ത് നമ്മൾ നമ്മളെ പേരും നമ്മളെ ഇഷ്ടപ്പെട്ട ആളെ പേരും കൊടുക്കുന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഈവന്റ് ട്രിഗർ ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് താഴെ കിട്ടും. ഒന്ന് പെർസെന്റേജും ഒന്നൊരു മെസ്സേജ് വെന്റ് ഫോർ ഈച്ച് തറന്നോ അങ്ങനെ എന്തെങ്കിലും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ 3 ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് HTML ഫയലും, സ്റ്റൈല്, ഒന്ന് HTML ഫയല്, CSS ഫയൽ, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഫയല്. HTML ഫയലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ CSS ലിങ്ക് ചെയ്യണം. അതേപോലെ ഞാൻ ഒരു ഡിവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടൈപ്പ് ടെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുള്ള. പിന്നെ 2ന് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയും അതേപോലെ ഹിന്റിന് വേണ്ടി പ്ലേസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ഷന് വേണ്ടി ഒരു ബട്ടൺ ക്രിയേറ്റ് ഉണ്ട്. അതിനൊരു യുണീക്ക് ടൈം ആയിട്ടുള്ള PT എന്നുള്ള ഐഡിയ ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റിസൾട്ട് മെസ്സേജ് കാണിക്കാൻ വേണ്ടി 2 ഡിവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്റ്റൈലിന്റെ കോഡാണ് ഇത്ര ഉള്ളത്. ഒരു ചെറിയൊരു ആനിമേഷനും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ചെറിയ രീതിക്കുള്ള ഒരു ആനിമേഷൻ. കോംപ്ലക്സ് ആയിട്ടുള്ള CS ഒന്നുമല്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലാണ്. HTML കോഡ്, സ്റ്റൈലിന്റെ കോഡും അതേപോലെ തന്നെ JS-ന്റെ കോഡ് എല്ലാം ഗിറ്റിലോട്ട് ഞാൻ പുഷ് ചെയ്യും. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കോപ്പി ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു തുടങ്ങാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഈ 2 ഇൻപുട്ട് ടാഗ് ടാർഗറ്റ് ചെയ്യണം. അതേപോലെ ഈ ബട്ടനെ ടാർഗറ്റ് ചെയ്യണം. എങ്ങനെ ടാർഗറ്റ് ചെയ്യാം? അല്ല എങ്ങനെ സെലക്ട് ചെയ്യാം? വി ക്യാൻ യൂസ് ഗെറ്റ് എലമെന്റ് ബൈ ID മെത്തേഡ് ബൈ യൂസിങ് ID. ID യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടാർഗറ്റ് ചെയ്യാം. ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് name equal to document dot get element by ID നെയിം പാസ് ചെയ്യാം. user1 കോപ്പി ചെയ്യുക, പേസ്റ്റ്. നമ്മൾ വേരിയബിൾ നെയിം ID നെയിമിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒന്ന് user2 എന്നുള്ള ID. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് BT എന്നുള്ള ID പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബട്ടൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആഡ് ഇവന്റ് ലിസ്റ്റർ കൊടുക്കാം. BTN ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവന്റ് നടക്കാനുള്ള ഡബിൾ ക്ലിക്ക് എന്ത് ഇവന്റ് കൊടുക്കുക. എനിക്കിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നടക്കുകയാണെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൗസ് കൊണ്ടെത്തിക്കുമ്പോഴാണ് കൊടുക്കണം. മൗസ് സെന്റർ ഇപ്പൊ തൽക്കാലം ക്ലിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഫംഗ്ഷൻ നെയിം പാസ് ചെയ്യുന്നു. ലവ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കാൽ ലവ് എന്നും പറഞ്ഞ് നമുക്ക് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മുകളിൽ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് സൂം ചെയ്യാം. എന്നിട്ട് ഫംഗ്ഷന്റെ അകത്ത് ഫംഗ്ഷൻ നെയിം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസോൾ ഡോട്ട് ലോഗിൻ അകത്ത് ഒരു ടെസ്റ്റ് മെസ്സേജ് പാസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇൻപുട്ട് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ഫെച്ച് ചെയ്ത് തരണം. അത് ഈസിയാണ്. നമ്മൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജാവാസ്ക്രിപ്റ്റ് ഡോം യൂസ് ചെയ്ത് ഈ 2 ഒബ്ജക്റ്റിനെ ഡോക്യുമെന്റ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ user1 എന്തെന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് കിട്ടും. user2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ്. ഇപ്പൊ ഒരു ഫീൽഡിൽ നിന്ന്, ഒരു ഇൻപുട്ട് ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ സെലക്ട് നിന്ന് ബട്ടൺ അങ്ങനത്തെ ഉള്ള ടാഗിൽ നിന്നൊക്കെ വാല്യൂ എടുക്കാൻ ഈസിയാണ്. എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് വേരിയബിൾ എഴുതുക. എന്നിട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വാല്യൂ നമുക്ക് ഫെച്ച് ചെയ്ത് കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിനകത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അടിക്കണേ ലെറ്റ് n1 ഈക്വൽ ടു user1 ഡോട്ട് വാല്യൂ. അതേപോലെ തന്നെയാണ് അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. user2 ഡോട്ട് വാല്യൂ. നമുക്കൊന്നും കൂടി കൺസോൾ ടെസ്റ്റ് ചെയ്യാം.
ഇവിടെ വന്നിട്ട് ടെംപ്ലേറ്റ് സ്ട്രിങ്ങിന്റെ അകത്ത് $n1 സ്പേസ് $n2 പേരെടുക്കുക ABC XYZ. ഓക്കെ, രണ്ടിലും സോറി, ഇവിടെ N2 ആണ് കൊടുക്കാനുള്ളത്. ABC XYZ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഒന്ന് ക്ലിയർ ചെയ്യാം. മീൻസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലിയർ അല്ല, ക്ലീൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പൊ നോർമലി നമ്മൾ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് വലിയ ലെറ്ററിൽ ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ഇല്ലാതെ സ്മാൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യും. നമ്മൾ ഡെവലപ്പേഴ്സ് ആണ് എന്ത് ചെയ്യാനുള്ള, ഈ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള. അപ്പൊ എനിക്കിപ്പോ ക്ലീൻ ചെയ്തെടുക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ആരെങ്കിലും സ്പേസ് അടിച്ച് വരുന്നെങ്കിൽ സ്പേസ് റിമൂവ് ചെയ്ത് വേണം. പേരിന്റെ ആദ്യത്തെ അക്ഷരം വലുതും ബാക്കിയുള്ള ലെറ്റേഴ്സ് എപ്പോഴും സ്മാൾ ലെറ്റർ ആയിരിക്കണം. അതാണ് എന്റെ ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പൊ സ്പേസ് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മളൊരു പേരിന്റെ അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും വൈറ്റ് സ്പേസ് വരുന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വൈറ്റ് സ്പേസ് വരുന്നെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രിം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് കോൾ ചെയ്താൽ മാത്രം മതി, വൈറ്റ് സ്പേസ് മാറും. അതേപോലെ എനിക്ക് അപ്പർ കേസ് ലെറ്ററിനെ ലോവർ കേസിലോട്ട് മാറ്റണമെങ്കിൽ ടു ലോവർ എന്നും പറഞ്ഞ് ടു ലോവർ കേസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോവർ കേസ് ചെറിയ ലെറ്ററിൽ പോകും. അതിനെ അപ്പർ കേസ് നമ്മൾ കൊടുക്കാൻ നേരത്ത് എല്ലാ ക്യാപ്സ് ലോക്കിലും എല്ലാ വലിയ അക്ഷരമായിരിക്കും. അതിനക്ക് എനിക്കൊരു പെർട്ടിക്കുലർ വാല്യൂ ആണ് സെലക്ട് ചെയ്യാനുള്ളത്. അല്ലല്ല, ഇപ്പൊ ആദ്യത്തെ ക്യാരക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടറും സെലക്ട് ചെയ്യണം. ഇപ്പൊ ഈ സ്ട്രിങ് എന്ന് പറയാൻ നേരത്ത് അറേയുടെ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് എടുക്കാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്, A is equal to, ഞാൻ ഇവിടെ അമൽ എന്ന് പറഞ്ഞ് കൊടുക്കുക, പിന്നെ ഇവിടെ A(0) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ആദ്യത്തെ അക്ഷരം കിട്ടും. അപ്പൊ A(0) അപ്പർ കേസ് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ അപ്പർ കേസ് ആവും. ഇനി എന്ത് ചെയ്യണം, ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം ലോവർ കേസിലോട്ട് ആക്കണം. അപ്പൊ ബാക്കിയുള്ള ലെറ്റർ കിട്ടാൻ വേണ്ടി A.സ്ലൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സ്ലൈസ് മെത്തേഡിന്റെ അകത്ത് ഞാൻ 0 കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ ലെറ്റർ തൊട്ട് ഏത് ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത് ആ ഇൻഡെക്സ് പൊസിഷൻ തൊട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റും ഫെച്ച് ചെയ്ത് വരും. ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ M തൊട്ട് ഉള്ള ലെറ്റേഴ്സ് ആണ് വേണ്ടത്. M, A എല്ലാം എനിക്ക് റിട്ടേൺ ചെയ്യാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 1 കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ടു ലോവർ കേസ് വർക്കായില്ല. അത് കുഴപ്പമില്ല, കൺസെപ്റ്റ് അതാണ്. ഈ ഈ 3 ഫംഗ്ഷൻ അല്ലെങ്കിൽ 4 ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ക്യാപിറ്റലൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്യാപിറ്റലൈസ് എന്ന് പറയാൻ നേരത്ത് ഒരു വേർഡിന്റെ ആദ്യ ലെറ്റർ ക്യാപിറ്റലും ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും സ്മാൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഫംഗ്ഷൻ പുറത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ അതൊരു ഇൻപുട്ട് സ്വീകരിക്കും. എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഒരു പേര് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ലെറ്റർ എന്ത് ചെയ്യണം, ക്യാപ്സ് ലോക്ക് ആക്കണം. അതിനുവേണ്ടി ലെറ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റർ ഈക്വൽ ടു name of 0.2 അപ്പർ കേസ്. ഓക്കെ, അതേപോലെ റെസ്റ്റ് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് ഈക്വൽ ടു name ഡോട്ട് സ്ലൈസ് സ്ലൈസ് 1. സ്ലൈസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ടെസ്റ്റ് ചെയ്തോട്ടെ. ടു ലോവർ കേസ്. ഓക്കെ, എന്നിട്ട് അതിന്റെ എൻഡിൽ എന്ത് ചെയ്യണം, അടുത്തൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. എന്നിട്ട് കംപ്ലീറ്റ് ഈക്വൽ ടു ഫസ്റ്റ് ലെറ്റർ
പ്ലസ് പ്ലസ് റെസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യണം? ആ വാല്യൂ, ആദ്യത്തെ വാല്യൂ റിട്ടേൺ ചെയ്യണം. ആദ്യത്തെ വാല്യൂടെ കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് ബി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽസിനകത്ത് ഒരു ക്യാപിറ്റൽ നെയിം കൊടുക്കാം, അമല. എന്നിട്ട് ബി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. യെസ്, അപ്പൊ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്കായി. അമല ഫുൾ ക്യാപിറ്റലാണ്, പക്ഷെ എന്തായി? ആദ്യത്തെ ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള എന്തായി? സ്മാൾ ലെറ്റർ ആയി. ഫംഗ്ഷൻ വർക്കിംഗ് ആയി. ഞാൻ ആദ്യമല്ല ഒരു സ്പേസ് എടുത്ത് കളയാൻ വേണ്ടി, അത് കളയാൻ നമുക്ക് ഇവിടെ തന്നെ എടുത്ത് കളയാം. ഇപ്പൊ കോഡ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഫംഗ്ഷന് ഇവിടെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂസർ വണ്ണിലെ വാല്യൂ എന്ത് ചെയ്യും? അതിനകത്ത് എന്ത് വാല്യൂ ആണോ ആ വാല്യൂ നെയിമിന്റെ അകത്ത് പാസ് ചെയ്തിട്ട് വരും. എന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രിം ചെയ്യാം. അതാകുമ്പോൾ ഈസി ആയിരിക്കും. അപ്പൊ ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് എൻ ടുവിലും വരാൻ പോകുന്നത്. എൻ ടു യൂസർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടും ക്യാപ്സ് ലോക്ക് കൊടുക്കാം. അതില് യെസ്, ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അമൽ ലവ് ഗംഗ ഈക്വൽ ടു ഒരു റാൻഡം പെർസെന്റേജ് കാണിക്കണം. റാൻഡം പെർസെന്റേജ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബിൽറ്റ് ഇൻ പാക്കേജ് ഉണ്ട് പൈതന്റെ അകത്ത്. പക്ഷെ പൈതന്റെ അകത്തല്ല, ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് മാത്ത് ഡോട്ട് റാൻഡം, മാത്ത് ഡോട്ട് റാൻഡം. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തെ എനിക്ക് എന്ത് കിട്ടും? 0 തൊട്ട് 0.0 തൊട്ട് 0.9 വരെയുള്ള റാൻഡം വാല്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഇതേപോലെ. അപ്പൊ ഇത് ജസ്റ്റ് എനിക്ക് 1 തൊട്ട് 100 വരെ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ പോയിന്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ദാ ഈ ഒരു നമ്പർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റാൻഡം മാത്ത് ഡോട്ട് റാൻഡം ഇൻറ്റു 10 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെസിമൽ മാറും. കാരണം ഇപ്പൊ കണ്ട 6.3. അതേപോലെ 2 പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ 2 അക്ക നമ്പർ കിട്ടും. പിന്നെ എനിക്ക് എന്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി? പോയിന്റ് വരുന്ന വാല്യൂസിന്റെ അടുത്ത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മെത്തേഡ് ഉണ്ട്. മാത്ത് എന്ന മൊഡ്യൂളിനകത്ത് മാത്ത് എന്ന മൊഡ്യൂളിനകത്ത് അല്ലെങ്കിൽ പാക്കേജിന്റെ അകത്ത് ഫ്ലോർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മേളിൽ കണ്ടുപിടിച്ച ഇക്വേഷൻ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഒരു 1 ആരോപണം. അപ്പൊ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 0 തൊട്ട് 99 വരെയാണ് കിട്ടുന്നത്. അപ്പൊ 100 വരെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അവസാനം ഒരു +1 കൂടി കൊടുത്താൽ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ലെറ്റ് പെർസെന്റേജ് ഈക്വൽ ടു കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിനകത്തൊന്ന്, കൺസോൾ ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഈ റിസൾട്ടിനകത്ത് പ്രിന്റ് ചെയ്യാം. അപ്പൊ റിസൾട്ട് എന്ത് ചെയ്യണം? ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്നർ ടെക്സ്റ്റോ ടെക്സ്റ്റ് കണ്ടന്റോ അല്ലെങ്കിൽ ഇന്നർ HTML യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് കണ്ടന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് റിസൾട്ട് ഡോട്ട് ഇന്നർ HTML കൊടുക്കുകയാണ്. എന്നിട്ട് ടെംപ്ലേറ്റ് സ്ട്രിങ്ങിന്റെ അകത്ത് ആദ്യത്തെ പേര് N1, ഒരു ഐക്കൺ. ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വിൻഡോസ് ഐക്കണും ഡോട്ട് പ്രസ് ചെയ്താൽ മതി, ഐക്കൺസ് വരും. ഐക്കൺസ് അല്ല, ഇമോജീസ്, സോറി. അതേപോലെ N2 ഈക്വൽ ടു നമ്മളെ പെർസെന്റേജ്, എന്നിട്ടൊരു ശതമാനം, ഒരു ഭംഗിക്ക് വേണ്ടി. ഇത് കുറച്ചും കൂടി ഗുമ്മ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ബി ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. ഇത് നമുക്ക് നീ ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ. ഇതിനൊരു കളർ കൂടി കൊടുത്തേക്കാം. സ്റ്റൈല് ഈക്വൽ ടു സിംഗിൾ കോഡ്സിന്റെ അകത്ത് കളർ ക്രിംസൺ.
തന്നെ കറക്റ്റ്. നോ സോറി, സിംഗിൾ കോട്സ് ഇല്ല. യെസ്. ഇനി എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് താഴെ എന്ത് ചെയ്യാം? ഒരു മെസ്സേജ് കൊടുക്കാം. 90%-നേക്കാൾ മുകളിലാണെങ്കിൽ പെർഫെക്റ്റ് കപ്പിൾ എന്ന, ഒരു 70-നേക്കാൾ മുകളിലാണെങ്കിൽ സ്ട്രോങ് ബോണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മെസ്സേജും കൂടി കൊടുത്തേക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജിനെ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടി വരിക, മെസ്സേജ്, മെസ്സേജ്. ഇവിടെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ വേരിയബിളിനകത്ത് നമുക്ക് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഞാൻ വാല്യൂ കൊടുക്കുന്നതിനേക്കാളും ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് ഈ വേരിയബിൾ അതിനകത്ത് കൊടുക്കാനാണ്. ഇനി നമുക്കൊരു ഇഫിന്റെ അകത്ത് കണ്ടീഷൻ ഇടാം. ഇഫ് പെർസെന്റേജ് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ, ഇപ്പൊ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കർലി ബേസ് കൊടുക്കണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ മെസ്സേജ് ഈ വേരിയബിളിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അപ്ഡേഷൻ നടക്കുന്നത്. പെർഫെക്റ്റ് മാച്ച്, മാച്ച് സോൾവ് variable, ഒരു ഇമോജി. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ കൊടുക്കാം. എൽസ് ഇഫ് പെർസെന്റേജ് 75-നേക്കാളും മുകളിലാണെങ്കിൽ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യണം മെസ്സേജ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. പുതിയൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. സ്ട്രോങ് ബോണ്ട്, സ്ട്രോങ് ബോണ്ട്, ലോട്സ് ഓഫ് കെമിസ്ട്രി, ഒരു ഇമോജി അറിയുക. ഇനി അടുത്തൊരു കണ്ടീഷൻ ഡ്യൂപ്ലിക്കേറ്റ് വരും. 50-നേക്കാളും മുകളിലാണെങ്കിൽ ഗുഡ് കണക്ഷൻ, ഗുഡ് ഗുഡ് കണക്ഷൻ, ഗുഡ് കണക്ഷൻ can grow from ഒരു ക്യാറ്റിന്റെ ഇത് കൊടുക്കാം. ഇനി അടുത്തൊരു വരുന്നത് എൽസിനകത്താണ്. 50-നേക്കാളും താഴെ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മെസ്സേജ് കൊണ്ട് മെസ്സേജ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യണം. നീഡ്സ് സ്റ്റാൻഡിങ്, ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇന്നർ HTML ടെക്സ്റ്റ് കണ്ടന്റോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? മെസ്സേജിനകത്ത് പാസ് ചെയ്യുക. മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു മെസ്സേജ്. നമുക്ക് 2 പേരോട് നോക്കാം. അമല യെസ്. 86 വന്നപ്പോൾ സ്ട്രോങ് കണക്ഷൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ 24, 97. ഓക്കെ, വർക്കിംഗ് ആവുന്നുണ്ട്. ഈ ഒരു തവണ പേര് എഴുതി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് റിസൾട്ട് കാണിക്കണം. പക്ഷേ ഈ 2 ഇൻപുട്ട് ബോക്സ് ഉണ്ടായിരിക്കണം ക്ലിയർ ചെയ്യണം. അപ്പൊ അത് എളുപ്പമാണ്. ജസ്റ്റ് എന്റെ വാല്യൂ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. യൂസർ 1 ഡോട്ട് വാല്യൂ ഈക്വൽ ടു empty. അതേപോലെ യൂസർ 2 വാല്യൂ empty. റിസൾട്ട് വന്ന് പക്ഷെ എന്തായി? ഇൻപുട്ടിന്റെ 2 വാല്യൂസും പോയി. നമുക്കത് അടുത്ത വാല്യൂ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ലോജിക്കൽ ഒരു മിസ്റ്റേക്ക് കൂടി ഉണ്ട്. empty വാല്യൂ വന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോഡ് എക്സിക്യൂട്ട് നടക്കുന്നു. പക്ഷെ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പൊ empty അടിച്ചു കഴിഞ്ഞാൽ എന്താ പാടില്ല? ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെക്ക് കണ്ടീഷൻ വയ്ക്കണം. അതെ, ഇവിടെ കൊണ്ടുപോയി ഇതിന്റെ മുകളിൽ ഇഫ്
യൂസർ വൺ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഫോഴ്സ് ആണെങ്കിൽ അതേപോലെ യൂസർ ടു ഈക്വൽ ടു ഇതും സിംഗിൾ കോൺസ്റ്റൻസ് എം ഡി ആണെങ്കിൽ ഇഫിനുള്ളിൽ കയറണം. ഇല്ല ഏതെങ്കിലും രണ്ടെണ്ണം എം ഡി ആയാലോ ഇല്ല ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫീൽഡ് എം ഡി ആയാലോ ഈഫിന്റെ ഉള്ളിൽ കയറുക. എന്നിട്ട് എന്ത് ചെയ്യണം? റിസൾട്ടിന്റെ അകത്ത് ഒരു ടെക്സ്റ്റ് കണ്ടന്റ് പ്രിന്റർ ഫോർ ടൈംസ് റിസൾട്ടിന്റെ ഇമോജി ഇതിനൊക്കെ നമ്മുടെ മെസ്സേജ് ടിബ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഇല്ലല്ലോ, ടെക്സ്റ്റ് കണ്ടന്റ് ഒന്ന് എം ഡി ആക്കി വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇഫ് ചെക്ക് ചെയ്ത് നോക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് എം ഡി ആണോ അല്ലെങ്കിൽ രണ്ടെണ്ണം എം ഡി ആണോ. രണ്ടെണ്ണം എം ഡി ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം റിസൾട്ടിന്റെ അവിടെ എന്റർ ദ ബോത്ത് നെയിം എന്ന് കാണിക്കും. ബോത്ത് നെയിം എന്ന് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താഴത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. അത് വരാൻ പാടില്ല. കാരണം ഇത് ശരിയായാലും തെറ്റായാലും താഴത്തെ കോഡ്. പക്ഷെ ഇത് ശരിയായി കഴിഞ്ഞാൽ ഈ ഇഫ് വെച്ച് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ ചാടണം. ലൂപ്പിൽ നിന്ന് വെളിയിൽ ചാടാൻ വേണ്ടി ഞാൻ അവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. വാല്യൂ ഒന്ന് പാസ് ചെയ്യണ്ട. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എം ഡി ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ റിസൾട്ടിന്റെ അകത്ത് എന്റർ ദ ബോത്ത് നെയിം എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. മറ്റേത് എം ഡി ആക്കി വെച്ചിട്ട് നേരെ ഈ ലവ് കാൽക്കുലേറ്റർ ഫംഗ്ഷന്റെ വെളിയിൽ ചാടും. അപ്പൊ നേരത്തെ കാണിച്ച എറർ ഇവിടെ വരത്തില്ല. അപ്പൊ നേരത്തെ കാണിച്ച എറർ വന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ കണ്ടീഷൻ ശരിയാണ്. ഇഫിന്റെ അകത്ത് കയറി ബോത്ത് നെയിം സെറ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് വീണ്ടും താഴെ തൊട്ട് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി. അത് വരാൻ പാടില്ല. അപ്പൊ ഈ കണ്ടീഷൻ ശരിയാകുമ്പോൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ലവ് കാൽക്കുലേറ്റർ കിട്ടി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളെ പേര് തന്നെ സെറ്റ് ചെയ്യാം. ഈ രണ്ട് ഫീൽഡിൽ എവിടെയെങ്കിലും അമൽ വന്നു കഴിഞ്ഞാൽ പാർട്ണർ നെയിം എന്ത് കൊടുത്താലും എപ്പോഴും 80 മുകളിലായിരിക്കണം കാണിക്കണം എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്യാം. ഓരോ യൂസറിന്റെ ഇഷ്ടം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡോം അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഫൺ ടൈപ്പ് റാങ്ക് ലവ് കാൽക്കുലേറ്റർ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും.